إلا الذين يصلون إلى قوم بينكم وبينهم ميثاق أو جاءوكم حصرت صدورهم أن يقاتلوكم أو يقاتلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. നിങ്ങളുമായി കരാറിലേർപ്പെട്ടിട്ടുള്ള ജനതയോട് ചേർന്ന കപടന്മാർ ഈ വിധിയിൽ നിന്നൊഴിവാകുന്നു. അപ്രകാരം നിങ്ങളോടോ സ്വജനത്തോടോ യുദ്ധം ചെയ്യാൻ മനസ്സുവരാതെ നിങ്ങളെ സമീപിക്കുന്ന കപടവിശ്വാസികളും അതിൽ നിന്നൊഴിവാകുന്നു. അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവരെ നിങ്ങൾക്കെതിരിൽ നിയോഗിക്കുകയും അങ്ങനെ അവർ നിങ്ങളോട് പോരാടുകയും ചെയ്യുമായിരുന്നു. നിങ്ങളോട് യുദ്ധം ചെയ്യാതെ മാറി നിൽക്കുകയും നിങ്ങളുമായി സന്ധിയും സമാധാനവും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അവരെ ആക്രമിക്കുന്നതിന് ഒരു ന്യായവും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ല. മുൻ സൂക്തത്തിന് നൽകിയ തോഴനോ തുണയോ ആക്കാതിരിക്കുക എന്ന വിധിയിൽ നിന്നല്ല ഇവരെ ഒഴിവാക്കിയിരിക്കുന്നത്, പിടികൂടുകയും വധിക്കുകയും ചെയ്യാനുള്ള ആജ്ഞയിൽ നിന്നാണ്. വധാർഹരായ കപടവിശ്വാസികൾ ഇസ്ലാമിക ഭരണകൂടവുമായി ഉടമ്പടിയിൽ വർത്തിക്കുന്ന ഒരവിശ്വാസി സമുദായത്തിന്റെ അതിർത്തിക്കകത്ത് അഭയം പ്രാപിച്ചു എന്ന് കരുതുക. ആ അതിർത്തിക്കുള്ളിൽ വെച്ച് അവരെ പിടികൂടാനോ വധിക്കാനോ പാടില്ല. ദാറുൽ ഇസ്ലാമിലെ ഒരു മുസ്ലിം വല്ല നിഷ്പക്ഷ രാജ്യത്തും വെച്ച് വധാർഹനായ ഒരു മുനാഫിക്കിനെ കണ്ടാൽ കൊല ചെയ്യുന്നതും അനുവദനീയമല്ല. ഉടമ്പടിയുടെ പാവനതയെ മാനിച്ചാണ് അല്ലാഹു ഈ നിരോധനം വിധിച്ചിരിക്കുന്നത്. ستجدون آخرين يريدون أن يأمنوكم ويأمنوا قومهم كلما ردوا إلى الفتنة أركسوا فيها فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم وقتلوهم حيث ثقفتموهم وأولئكم جعلنا لكم عليهم سلطانا مبينا. മറ്റൊരു വിഭാഗം കപടവിശ്വാസികളെ ഇപ്രകാരം കാണാം. അവർ നിങ്ങളോടും സ്വജനത്തോടും സമാധാനത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കുഴപ്പത്തിനവസരം ലഭിക്കുമ്പോഴെല്ലാം അതിൽ ചാടി വീഴുകയും ചെയ്യുന്നു. ഇക്കൂട്ടർ നിങ്ങൾക്കെതിരെ വരുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും നിങ്ങളോട് സന്ധിയും സമാധാനവും അപേക്ഷിക്കുകയും സ്വകരങ്ങൾ അടക്കിവെക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എവിടെ വെച്ചു കണ്ടാലും പിടികൂടുകയും വധിക്കുകയും ചെയ്തു കൊള്ളുക. അവരുടെ നേരെ കരമുയർത്തുന്നതിന് നാം നിങ്ങൾക്ക് തെളിഞ്ഞ ന്യായം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. وما كان لمؤمن أن يقتل مؤمنا إلا خطأ ومن قتل مؤمنا خطأ فتحرير رقبة مؤمنة ودية مسلمة إلى أهله إلا أن يصدقوا فإن كان من قوم عدو لكم وهو مؤمن فتحرير رقبة مؤمنة وإن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة فمن لم يجد فصيام شهرين متتابعين توبة من الله وكان الله عليما حكيما. വിശ്വാസിയെ വധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല തന്നെ, അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ലാതെ. ഒരുവൻ അബദ്ധത്തിൽ ഒരു വിശ്വാസിയെ വധിച്ചുപോയാൽ അതിന് പ്രായശ്ചിത്തമായി വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കുകയും കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടതാകുന്നു. അവർ നഷ്ടപരിഹാരം വേണ്ടെന്നു വെച്ചാൽ ഒഴിച്ച്. എന്നാൽ കൊല്ലപ്പെട്ട വിശ്വാസി നിങ്ങളുടെ ശത്രുജനത്തിൽ നിന്നുള്ളവനാണെങ്കിൽ
അതിന്റെ പ്രായശ്ചിത്തം വിശ്വാസിയായ ഒരടിമയെ മോചിപ്പിക്കലാകുന്നു. ഇനി അവൻ നിങ്ങളോട് സഖ്യത്തിലേർപ്പെട്ടിട്ടുള്ള അമുസ്ലിം സമൂഹത്തിലെ അംഗമാണെങ്കിലോ, അപ്പോൾ അവന്റെ അനന്തരാവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുകയും ചെയ്യേണ്ടതാകുന്നു. അടിമയെ കിട്ടിയില്ലെങ്കിൽ തുടർച്ചയായി 2 മാസക്കാലം വ്രതമനുഷ്ഠിക്കണം. ഇത് ഈ കുറ്റത്തിന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നതിനുള്ള മാർഗമാകുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ. മുസ്ലിമായ ഒരാളെ അബദ്ധത്തിൽ വധിച്ചുപോയാൽ മുസ്ലിമായ ഒരടിമയെ സ്വതന്ത്രനാക്കുകയാണ് പ്രതിവിധി. ഈ സൂക്തത്തിൽ പ്രതിപാദിച്ച നിയമങ്ങളുടെ ചുരുക്കം ഇതാണ്. അബദ്ധത്തിൽ കൊല്ലപ്പെട്ട ആൾ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരനാണെങ്കിൽ ഘാതകൻ നഷ്ടപരിഹാരം നൽകേണ്ടതാണ്. തന്റെ അബദ്ധത്തിന് അള്ളാഹുവോടുള്ള പശ്ചാത്താപമായി ഒരടിമയെ മോചിപ്പിക്കുകയും വേണം. കൊല്ലപ്പെട്ട മുസ്ലിം ശത്രുരാജ്യത്തിൽ നിവസിക്കുന്നവനാണെങ്കിൽ അടിമയെ മോചിപ്പിക്കുക മാത്രമേ നിർബന്ധമുള്ളൂ. നഷ്ടപരിഹാരം ആവശ്യമില്ല. കൊല്ലപ്പെട്ട മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രവുമായി ഉടമ്പടിയിൽ വർത്തിക്കുന്ന ഒരു അനിസ്ലാമിക രാഷ്ട്രത്തിലെ പൗരനാണെങ്കിൽ അടിമ മോചനവും നഷ്ടപരിഹാരവും നിർബന്ധമാകുന്നു. എന്നാൽ നഷ്ടപരിഹാരം ഉടമ്പടിയിലെ വ്യവസ്ഥ പ്രകാരം അവിടുത്തെ ഒരു മുസ്ലിമിനെ വധിച്ചാലുള്ള സംഖ്യയായിരിക്കും. ഇടമുറിയാതെ 60 ദിവസം വ്രതമനുഷ്ഠിക്കണമെന്നർത്ഥം. അഥവാ ഇടയ്ക്കൊരു നോമ്പ് വിട്ടുപോകുന്ന പക്ഷം അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായി 60 എണ്ണം പൂർത്തീകരിക്കണം. എന്നാൽ ഷർഇൽ അനുവദിച്ച പ്രതിബന്ധം കൊണ്ടാണ് ഇടയിൽ നോമ്പ് മുറിഞ്ഞതെങ്കിൽ മാപ്പാക്കപ്പെടും. തുടർച്ചയായി 2 മാസക്കാലം നോമ്പനുഷ്ഠിക്കുന്നത് പിഴയല്ല, പശ്ചാത്താപവും പ്രായശ്ചിത്തവുമാണ്. പിഴയിൽ പശ്ചാത്താപത്തിന്റെയോ ഖേദത്തിന്റെയോ ആത്മസംസ്കരണത്തിന്റെയോ ചൈതന്യം അന്തർഭവിച്ചിട്ടില്ല. പലപ്പോഴും കഠിനമായ വെറുപ്പോടും അസഹ്യതയോടും കൂടി നിർബന്ധിതമായി നൽകുന്ന ഒന്നാണ് പിഴ. പ്രായശ്ചിത്തം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുവഴി കുറ്റവാളിയായ മനുഷ്യന്റെ പാപമോചനവും ആത്മാവിനെ ബാധിച്ച കറ കഴുകിക്കളയലുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇതിൽ സൽക്കർമ്മത്തിന്റെയും ആരാധനയുടെയും ബാധ്യതാ നിർവഹണത്തിന്റെയും വികാരാവേശമാണ് അടങ്ങിയിരിക്കുന്നത്. ലജ്ജയോടും പശ്ചാത്താപത്തോടും ദൈവത്തിങ്കിലേക്ക് മടങ്ങുക, വന്നുപോയ കുറ്റം പൊറുക്കാൻ മാത്രമല്ല, ഭാവിയിൽ ഇത്തരം കുറ്റകരമായ പ്രവൃത്തികളിൽ നിന്ന് തന്നെ രക്ഷിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതെല്ലാമാണ് പ്രായശ്ചിത്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. മറച്ചുവെക്കുന്നത് എന്നർത്ഥമായ കഫാറത്ത് എന്ന അറബി പദമാണ് പ്രായശ്ചിത്തത്തിന് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. പുണ്യകർമ്മം പാപത്തെ മറച്ചു മായ്ച്ചു കളയുന്നതുകൊണ്ട് അതിന് കഫാറത്ത് എന്ന് പറയുന്നു. ഭിത്തിയിൽ പതിഞ്ഞ കറ വെള്ള തേച്ച് മായ്ച്ചു കളയുന്നത് പോലെ. ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. എന്നാൽ ഒരു വിശ്വാസിയെ മനഃപൂർവ്വം വധിക്കുന്നുവെങ്കിലോ അവനുള്ള പ്രതിഫലം നരകമാകുന്നു. അവൻ അതിൽ ശാശ്വതമായി വസിക്കും. അള്ളാഹുവിന്റെ കോപവും ശാപവും അവനിൽ പതിച്ചിരിക്കുന്നു. അള്ളാഹു അവനു വേണ്ടി ഘോരമായ ശിക്ഷയാണ് ഒരുക്കിവെച്ചിട്ടുള്ളത്. يا أيها الذين آمنوا إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة كذلك كنتم من قبل فمن الله عليكم فتبينوا إن الله كان بما تعملون خبيرا. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ജിഹാദിനായി പുറപ്പെടുമ്പോൾ ശത്രുക്കളെയും മിത്രങ്ങളെയും വേർതിരിച്ചറിയേണ്ടതാകുന്നു. ഒരുവൻ നിങ്ങൾക്ക് സലാം ചൊല്ലിയാൽ ഐഹിക നേട്ടം കൊതിച്ച് അവനോട് നീ വിശ്വാസിയല്ല എന്ന് പറയാൻ പാടുള്ളതല്ല. യുദ്ധമുതലുകളാകട്ടെ അള്ളാഹുവിങ്കൽ ധാരാളമുണ്ട്. നേരത്തെ നിങ്ങളും ഇതേ അവസ്ഥയിലായിരുന്നുവല്ലോ. പിന്നീട് അള്ളാഹു നിങ്ങളോട് ഔദാര്യം കാണിച്ചു. അതിനാൽ ശരിക്കും വേർതിരിച്ചു മനസ്സിലാക്കുവിൻ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെയും അഭിജ്ഞനാകുന്നു. ഇസ്ലാമിന്റെ ആരംഭകാലത്ത്
മുസ്ലിങ്ങൾ പരസ്പരം തിരിച്ചറിയാനുള്ള ചിഹ്നമായിരുന്നു സലാം. ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനുമായി കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുവനാകുന്നു എന്നുകൂടി അർത്ഥമുണ്ടായിരുന്നു. പുതുവിശ്വാസികളെ അവിശ്വാസികളിൽ നിന്ന് വേർതിരിച്ചറിയാൻ അന്ന് വസ്ത്രധാരണം കൊണ്ടോ ഭാഷാ ശൈലി കൊണ്ടോ സാധ്യമായിരുന്നില്ല. അതിനാൽ ഈ വാക്കിനുള്ള പ്രാധാന്യം വിശിഷ്യ പറയേണ്ടതില്ല. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ മുസ്ലിങ്ങളെ തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗമായിരുന്നു അത്. ശത്രുപ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ മുസ്ലിങ്ങൾ ഇസ്ലാമിക സേനാ വിഭാഗത്തിന്റെ മുമ്പിൽ തങ്ങൾ മുസ്ലിങ്ങളാണെന്നും ശത്രുപക്ഷക്കാരല്ലെന്നും തെളിയിക്കാനായി അസ്സലാമു അലൈക്കും എന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോ വിളിച്ചു പറയുമായിരുന്നു. മുസ്ലിങ്ങൾക്കാവട്ടെ ഇത് എല്ലായ്പ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ശത്രുക്കളും ചിലപ്പോൾ ആത്മരക്ഷാർത്ഥം ഈ അടവ് പ്രയോഗിക്കാറുണ്ടായിരുന്നു. അതിനാൽ പലപ്പോഴും ഈ വാക്കുച്ചരിക്കുന്നവരെ മുസ്ലിങ്ങൾ വധിക്കുകയും അവന്റെ ധനം യുദ്ധമുതലായി കൈവശപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നബി തിരുമേനി അവരെ കഠിനമായി ശാസിക്കുകയുണ്ടായി. എന്നിട്ടും ചിലപ്പോഴൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവസാനം ഖുർആൻ തന്നെ ആ കുഴപ്പത്തിന് നിവാരണം നിർദ്ദേശിക്കേണ്ടി വന്നു. താൻ മുസൽമാനെന്ന് സ്വയം വ്യക്തമാക്കിക്കൊണ്ട് സലാം പറയുന്ന ഒരാളെപ്പറ്റി അയാൾ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വ്യാജമായി സലാം ഉച്ചരിച്ചതാണെന്ന് അനുമാനിച്ച് ഒരു നടപടിയും എടുത്തു പോവരുത്. അയാൾ വ്യാജനാവാം, സത്യവാനുമാവാം. സൂക്ഷ്മ അന്വേഷണം കൊണ്ട് മാത്രമേ അത് മനസ്സിലാവൂ. അന്വേഷണം കൂടാതെ വിട്ടയക്കുന്നതിനാൽ അവിശ്വാസി തടി തപ്പാൻ സാധ്യതയുണ്ട്. അതുപോലെ സത്യമറിയാതെ വധിക്കുന്നതിനാൽ നിരപരാധിയായ വിശ്വാസി കൊല ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. വ്യാജം പറഞ്ഞതിന്റെ പേരിൽ ഒരു അവിശ്വാസിയെ ഒഴിവാക്കുകയെന്ന അബദ്ധത്തെക്കാൾ 1000 ഇരട്ടി അബദ്ധമായിട്ടുള്ളത് ഒരു സത്യവിശ്വാസി നിങ്ങളുടെ കൈയാൽ വധിക്കപ്പെടുക എന്നതാണ്. നിങ്ങളും ഒരു കാലത്ത് വിവിധ അവിശ്വാസി ഗോത്രങ്ങളിലായി ഒറ്റപ്പെട്ട് താമസിക്കുകയായിരുന്നു. അന്ന് മർദ്ദന ഭയത്താൽ ഗത്യന്തരമില്ലാതെ ഇസ്ലാമിനെ നിങ്ങൾ മറച്ചുപിടിച്ചിരുന്നു. വാക്കാലുള്ള സമ്മതമല്ലാതെ നിങ്ങളുടെ ഈമാനിന് മറ്റൊരു തെളിവുമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സാമൂഹികമായി തന്നെ ഇസ്ലാമിക ജീവിതം നയിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. ഇന്ന് നിഷേധികൾക്കെതിരെ ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ അർഹരായി. നിങ്ങളുടെ പഴയ അവസ്ഥയിൽ ഇന്ന് അകപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളോട് സൗമ്യതയും സൗമനസ്യവും കാണിക്കാതിരിക്കുന്നത് അള്ളാഹു ചെയ്ത ഈ ഔദാര്യത്തിനുള്ള ശരിയായ നന്ദിയല്ല. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة وكلا وعد الله الحسنى وفضل الله المجاهدين على القاعدين أجرا عظيما. വിശ്വസിച്ച ജനത്തിൽ ന്യായമായ കാരണമില്ലാതെ വീട്ടിലിരിക്കുന്നവരും ജീവധനാദികളാൽ ദൈവിക സരണിയിൽ സമരം ചെയ്യുന്നവരും ഒരുപോലെയല്ല. ജീവധനാദികൾ കൊണ്ട് സമരം ചെയ്യുന്നവരെ വീട്ടിലിരിക്കുന്നവരേക്കാൾ അള്ളാഹു പദവിയിൽ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിങ്കൽ മുജാഹിദുകളുടെ സേവനങ്ങൾക്കുള്ള പ്രതിഫലം വീട്ടിലിരിക്കുന്നവരുടേതിനേക്കാൾ വളരെ വർദ്ധിച്ചതാകുന്നു. ജിഹാദിന് നിർദ്ദേശം ലഭിച്ചിട്ടും ഒഴികഴിവുണ്ടാക്കി അതിന് പുറപ്പെടാതെ ചടഞ്ഞുകൂടുന്നവരെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൊതുപടയൊരുക്കം പ്രഖ്യാപിക്കുക മൂലം യുദ്ധം ഓരോരുത്തർക്കും നിർബന്ധമായിട്ടും യുദ്ധത്തിന് പോവാതെ ഒഴിഞ്ഞുമാറുന്നവരെയുമല്ല. മറിച്ച് ജിഹാദ് സാമൂഹിക ബാധ്യത മാത്രമായിരിക്കുമ്പോൾ യുദ്ധരംഗത്തേക്ക് പോവാതെ മറ്റു രംഗങ്ങളിൽ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. ആദ്യത്തെ 2 തരക്കാരും കപടന്മാരാകുന്നു. അവർക്ക് അള്ളാഹു ഒരു നന്മയും വാഗ്ദത്തം ചെയ്യുന്നില്ല. യഥാർത്ഥ തടസ്സമുള്ളവർ ഇതിൽ നിന്നൊഴിവാണ്. ഇസ്ലാമിക സമാജം ഒന്നടങ്കം പോരാളികളായി പുറപ്പെടേണ്ട സാഹചര്യമില്ലാതിരിക്കുകയും മുസ്ലിങ്ങളുടെ നേതാവ് യുദ്ധസന്നദ്ധരായി മുന്നോട്ടുവരുന്ന ധീരന്മാരെ ആവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ അതിന് സന്നദ്ധരാകാത്ത ആളുകളെക്കുറിച്ചാണ് ഈ സൂക്തം സംസാരിക്കുന്നത്. ഇപ്പറഞ്ഞവരെ അപേക്ഷിച്ച് ആ മഹാകൃത്യത്തിന്, യുദ്ധത്തിന് സ്വയം സന്നദ്ധരായി മുന്നോട്ടു ചെല്ലുന്ന ധീരാത്മാക്കൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയും പദവിയുമുണ്ട്. إلا الذين يصلون إلى قوم